അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 21-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. അഥാ ചതുർത്ഥസ്കന്ധ ഏകവിംശോऽധ്യായ. വ്യാസ ഉവാച. അധ കാലേ തു സംപ്രാപ്തേ ദേവകീ ദേവരൂപിണി ഗർഭം ദധാര വിധിവത് വസുദേവേന സംഗത. പൂർണേധ ദശമേ മാസേ സുഷുവേ സുതമുത്തമം രൂപാവയവ സമ്പന്നം ദേവകീ പ്രഥമം യദാ തദാഹ വസുദേവസ്താം സത്യവാക്യാനുമോദിത. ഭാവിതാച്ച മഹാഭാഗോ ദേവകിം ദേവമാതരം. വരോരു സമയം മേ ത്വം ജാനാസി സ്വസുതാർപ്പണേ മോചിതാ ത്വം മഹാഭാഗേ ശപഥേന മയാ തദാ. ഇമം പുത്രം സുകേശാന്തേ ദാസ്യാമി ഭ്രാതൃസൂനവേ. ഖലേ കംസേ വിനാശാർത്ഥം ദൈവേ കിം വാ കരിഷ്യസി. വിചിത്രകർമ്മണാം പാകോ ദുർജ്ഞേയോ ഹ്യകൃതാത്മഭി. സർവേഷാം കില ജീവാനാം കാലപാശാനുവർത്തിനാം ഭോക്തവ്യം സ്വകൃതം കർമ്മ ശുഭം വാ യദി വാ ശുഭം. പ്രാരബ്ധം സർവധൈവാത്ര ജീവസ്യ വിധി നിർമ്മിതം. ദേവക്യുവാച സ്വാമിൻ പൂർവം കൃതം കർമ്മ ഭോക്തവ്യം സർവധാ നൃഭി. തീർത്ഥൈസ്തപോഭിർദാനൈർവാ കിം നയാതിക്ഷയം ഹിതൽ. ലിഖിതോ ധർമ്മശാസ്ത്രേഷു പ്രായശ്ചിത്തവിധിർനൃപ. പൂർവാർജിതാനാം പാപാനാം
വിനാശായ മഹാത്മഭീ ബ്രഹ്മഹേ മഹാരീച സുരാപോ ഗുരുതൽപഗ ദ്വാദശാബ്ദവ്രതേ ചീർണേ ശുദ്ധിം യാതി യതസ്തതാ മന്വാദിഭിർയഥോദ്ദിഷ്ടം പ്രായശ്ചിത്തം വിധാനത തഥാ കൃത്വാ നരപാപാൻ മുച്യത്തെ വാനവാനഘ വിഗീതവചനാസ്തേ കിം മുനയസ്തത്വദർശിന യാജ്ഞവൽക്യാദയഃ സർവേ ധർമ്മശാസ്ത്രപ്രവർത്തകാ ഭവിതവ്യം ഭവത്യേവ യദ്യേവം നിശ്ചയ പ്രഭോ ആയുർവേദസമിധ്യൈവ മന്ത്രവാദസ്തദാഖില ഉദ്യമസ്തു വൃഥാ സർവമേവം ചേദ്ദൈവ നിർമ്മിതം ഭവിതവ്യം ഭവത്യേവ പ്രവൃത്തിസ്തു നിരർത്ഥികാ അഗ്നിഷ്ടോമാദികം വ്യർത്ഥം നിയതം സ്വർഗസാധനം. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 21-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, കാലം സമാഗതമായി ദേവതയാം ദേവകിയും വസുദേവനുമായി ചേർന്നു ഗർഭം ധരിച്ചു. 10 മാസം പൂർത്തിയായി സർവഗുണ സമ്പന്നനം ഉത്തമനം പുത്രനെയും പ്രസവിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സത്യം ചെയ്തതോർത്തുകൊണ്ട് മഹാഭാഗൻ വസുദേവൻ സതിയായ ദേവകിയോടേവം പറഞ്ഞു, പ്രതിജ്ഞ അറിയാമല്ലോ, കംസനിൽ നിന്നു നിന്നെയും മോചിപ്പിച്ചു പുത്രന്മാരെ നൽകാമെന്നോതി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതുകൊണ്ടു ഇവനെ ഞാൻ പിതൃവ്യപുത്രനായിട്ടു കൊടുക്കട്ടെ ദുഷ്ടനായ കംസരാജനെ. വിധിയെയും ഇല്ലാതാക്കാൻ നിനക്കു കഴിഞ്ഞിടുമോ? കർമ്മവിഭാഗത്തെ കുറിച്ചറിയാൻ വയ്യ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കർമ്മപാശബന്ധിതര ജീവന്മാർക്കു കർമ്മഫലം അനുഭവിച്ചിടവേണം ശുഭാശുഭങ്ങൾ. ജീവനു പ്രാരബ്ധമെന്നും വിധി കൽപ്പിതമാണല്ലോ. ദേവകി പറഞ്ഞു, ജന്മഫലത്തെ നമ്മൾ സ്വീകരിക്കണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. തീർത്ഥതപോദാനങ്ങളാൽ കർമ്മഫലം നശിക്കില്ല. ധർമ്മശാസ്ത്രങ്ങൾ പ്രായശ്ചിത്തം ചൊല്ലിടുന്നു. ദേവകി പറഞ്ഞു, ജന്മഫലത്തെ നമ്മൾ സ്വീകരിക്കണം. തീർത്ഥതപോദാനങ്ങളാൽ കർമ്മഫലം നശിക്കില്ലേ. ധർമ്മശാസ്ത്രങ്ങൾ പ്രായശ്ചിത്തം ചൊല്ലുന്നുണ്ട്. പൂർവാർജിത പാപങ്ങൾക്കാണല്ലോ യതു രചിച്ചതും ബ്രഹ്മഹത്യ. ഹേമഹാരി ഗുരുതൽപകൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
വ്യാഴവട്ടം വ്രതം നോറ്റാൽ ശുദ്ധനാകും എന്നാണല്ലോ മനു തുടങ്ങിയവർ തൻ വാക്കിൽ ചൊല്ലുന്നു. അവർ പാപത്തിങ്കൽ നിന്നും മോചിപ്പിക്കപ്പെടുകില്ലേ? അർത്ഥശൂന്യമാമോ വാക്ക് തത്വദർശികൾ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. യാജ്ഞവൽക്യൻ മുതലായ മുനികൾ ധർമ്മശാസ്ത്രത്തെ രചിച്ചില്ലേ? ഭവിക്കേണ്ടതു ഭവിച്ചിടിൽ. ആയുർവേദം വ്യർത്ഥമാകും, മന്ത്രങ്ങൾ വെറുതെയാകും. പ്രാരബ്ധ വിധേയമെങ്കിൽ യജ്ഞം വിഫലം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആയുർവേദം വ്യർത്ഥമാകും, മന്ത്രങ്ങൾ വെറുതെയാകും. പ്രാരബ്ധ വിധേയമെങ്കിൽ യജ്ഞം വിഫലം. ഭവിക്കാനുള്ളതു ഭവിച്ചിടുമെങ്കിൽ കർമ്മം വ്യർത്ഥം. ഭവിക്കാനുള്ളതു ഭവിച്ചിടുമെങ്കിൽ കർമ്മം വ്യർത്ഥം. സ്വർഗതമം അഗ്നിഷ്ടോമാദികളും വ്യർത്ഥം. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്ര കാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 401 ദിവസത്തിലേക്ക് എത്തുമ്പോൾ 4-ാമത്തെ സ്കന്ധം 21-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളെയാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്, അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നത്. ദേവകീപുത്രന്മാരുടെ വധത്തെക്കുറിച്ചാണ് വേദവ്യാസ മഹർഷി ജനമേജയന് ഈ അധ്യായത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. വ്യാസൻ പറയാനായിട്ട് ആരംഭിച്ചു. അധകാലേതു സംപ്രാപ്തേ ദേവകീ ദേവരൂപിണി ഗർഭം ദധാരവിധിവൽ വസുദേവേന സംഗത. ഇന്നലെ നമ്മൾ പറഞ്ഞു കേട്ടു, അല്ലെങ്കിൽ അനുസ്മരിച്ചു. കംസനെ പ്രീതിപ്പെടുത്തി ദേവകിയെ മോചിപ്പിച്ച് വസുദേവര് തൻ്റെ ബന്ധുജനങ്ങളോടുകൂടി ദേവകിയോടുകൂടി നിർഭയനായി വീതഭയ പരസ്വി നവോഢയാ വീതഭയസ്തരസ്വി എന്ന് പറഞ്ഞു.
അപ്പോൾ നിർഭയനായി തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ വസുദേവനും ദേവകിയും കൂടി ആ വിധിയാമണ്ണം ചേർന്നപ്പോൾ ഗർഭം ധരിച്ചു എന്നാണ്. അഥ കാലേതു സംപ്രാപ്തേ, കാലം സമാഗതമായപ്പോൾ ദേവരൂപിണിയായിരിക്കുന്ന ദേവകി വസുദേവരുമായിട്ടുള്ള ആ വിധിയാമണ്ണമുള്ള ചേർച്ച കൊണ്ട് ഗർഭം ധരിച്ചു. ഗർഭം ദധാര. പൂർണേധ ദശമേ മാസേ, 10 മാസം പൂർത്തിയായപ്പോൾ സുഷുവേ സുതമുത്തമം, ഉത്തമം സുതം സുഷുവേ, ഉത്തമനായ ശ്രേഷ്ഠനായൊരു പുത്രന് ജന്മം കൊടുത്തു. രൂപാവയവ സമ്പന്നം, രൂപം കൊണ്ടും അവയവ സമ്പുഷ്ടി കൊണ്ടും പൂർണ്ണനായ ആ ഉണ്ണി ദേവകി പ്രഥമം യഥ, ആദ്യമായി ദേവകി ഒരു ഉണ്ണിക്ക് ജന്മം കൊടുത്തു. തദാഹ വസുദേവസ്താം സത്യവാക്യാനുമോദിതാം. അപ്പോ ഭാവിത്വാച്ച മഹാഭാഗോ ദേവകിം ദേവമാതരം, ദേവമാതാവായ ദേവകിയോട്, അതിഥിയാണ് ദേവകിയായത്, അതുകൊണ്ടാണ് ഇവിടെ ദേവമാത എന്ന് പ്രത്യേകം പറഞ്ഞത്. പിന്നെ ഭഗവാന് ആ മാതൃഭാവത്തിൽ, ഭഗവാന്റെ മാതൃഭാവത്തിൽ ഇരിക്കാനുള്ള ഭാഗ്യവുമുണ്ട് ഇല്ലേ. അപ്പോ മഹാഭാഗനായ വസുദേവര് സത്യവാക്യാനുമോദിത, സത്യം ചെയ്തിരുന്നതിനെ മാനിച്ചുകൊണ്ട്, അതിനെ അനുമോദിച്ചുകൊണ്ട്, അതോർത്തുകൊണ്ട്, ഇനി ഭാവിത്വാച്ച, അവശ്യം ഭാവിയായതുകൊണ്ട്, അവശ്യം സംഭവിക്കേണ്ടത് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് ആ ദേവമാതാവായിരിക്കുന്ന ദേവകിയോട് പറഞ്ഞു. വരോരു ഹേ സുമുഖി സുന്ദരി, സമയം മേ ത്വം ജാനാസി സ്വസുതാർപ്പണേ, മോചിത ത്വം മഹാഭാഗേ ശപഥേന മയാതത. എൻ്റെ ശപഥം കൊണ്ട്, എൻ്റെ പ്രതിജ്ഞ കൊണ്ട്, അത് നിനക്കറിയാലോ, ഞാൻ നിന്നെ കംസനിൽ നിന്ന് മോചിപ്പിച്ചത്, മോചിതാത്വം, നിന്നെ മോചിപ്പിച്ചത് ഈ സത്യം കൊണ്ടാണ്. പുത്രന്മാരെ നൽകാം എന്ന് ഞാൻ അന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇമം പുത്രം സുകേശാന്തേ ദാസ്യാമി ഭ്രാതൃസൂനവേ. അതുകൊണ്ട് ഹേ സുകേശാന്തേ, ഹേ കാർവേണി, കാർമുകിലിനൊത്ത തലമുടിയുള്ളവളെ, സുന്ദരി, ഈ പുത്രനെ ഞാൻ നിന്റെ ആ പിതൃവ്യപുത്രന്, ചെറിയച്ഛന് അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദര പുത്രനായിരിക്കുന്ന കംസന് നൽകട്ടെ. ഖലേ കംസേ വിനാശാർത്ഥം ദൈവേ കിംവാ കരിഷ്യതി. ദുഷ്ടനായ കംസനെയും വിധിയെയും നിനക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കുമോ? വിചിത്ര കർമ്മണാം പാകോ ദുർജ്ഞേയോ ഹ്യകൃതാത്മഭി. കർമ്മവിഭാഗത്തിൻ്റെ വൈചിത്ര്യത്തെ ദുഷ്കൃതികൾക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? അറിയാൻ കഴിയില്ല. സർവേഷാം കില ജീവാനാം കാലപാശാനുവർത്തിനാം ഭോക്തവ്യം സ്വകൃതം കർമ്മ ശുഭം വാ യദി വാ ശുഭം. കാലപാശത്തിന് വിധേയരായിരിക്കുന്ന സകല ജീവന്മാർക്കും അവനവൻ ചെയ്ത കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. അത് ശുഭമായാലും അശുഭമായാലും. പ്രാരബ്ധം സർവധൈവാത്ര ജീവസ്യ വിധി നിർമ്മിതം. ജീവന് പ്രാരബ്ധം അനുഭവിക്കേണ്ടി വരിക എന്നത് വിധി നിർമ്മിതമാണ്, വിധി കൽപ്പിതമാണ്, വിധിയുടെ സങ്കല്പമാണ്. ഇത് കേട്ടപ്പോൾ ദേവകി പറഞ്ഞു, സ്വാമിൻ പൂർവം കൃതം കർമ്മ ഭോക്തവ്യം സർവധാ നൃഭി. പണ്ട് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എങ്ങനെയായാലും മനുഷ്യർക്ക് അനുഭവിച്ചേ മതിയാവൂ അല്ലേ. തീർത്ഥൈ തപോഭിർ ദാനൈർവാക്യം ന യാതി ക്ഷയം ഹിത. എന്നാൽ തീർത്ഥാടനം, അതേപോലെ തപസ്, ദാനം, ഇതുകൊണ്ടൊക്കെ കർമ്മഫലം ഇല്ലാതാകുകയില്ലേ. ലിഖിതോ ധർമ്മശാസ്ത്രേഷു പ്രായശ്ചിത്ത വിധിർനൃപ. ധർമ്മശാസ്ത്രങ്ങളിൽ പ്രായശ്ചിത്ത കർമ്മങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പൂർവാർജിതാനാം പാപാനാം വിനാശായ മഹാത്മഭി. പൂർവാർജിതമായ പാപങ്ങളുടെ നാശത്തിന് വേണ്ടിയാണല്ലോ മഹാത്മഭി, മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ ഇതൊക്കെ എഴുതി വച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് തെറ്റുകൾ? ബ്രഹ്മഹ, ഹേമഹാരീച്ച, സുരാപോ, ഗുരുതൽപക. ഏറ്റവും മോശമായിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഒന്ന്, ബ്രഹ്മഹത്യ ചെയ്തവൻ. ഹേമഹാരി, സ്വർണം കട്ടവൻ. സുരാപഹ, മദ്യം കഴിച്ചവൻ, മദ്യപൻ. ഗുരുതൽപക, ഗുരുവിൻ്റെ തൽപ്പത്തെ എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ പത്നിയെ പ്രാപിച്ചവൻ. ദ്വാദശാബ്ദവ്രതേ ചീർണേ ശുദ്ധിം യാതി യതസ്തത. 12 വർഷം വ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ശുദ്ധരായിട്ട് തീരും.
മന്വാദിഭിർ യഥോദ്ദിഷ്ടം പ്രായശ്ചിത്തം വിധാനത. മനു തുടങ്ങിയ ആളുകൾ വിധിച്ചിട്ടുള്ള ആ പ്രായശ്ചിത്ത കർമ്മങ്ങൾ അതിൻ്റെ വിധി അനുസരിച്ച് തഥാകൃത്വ നരപ്പാവാൻ മുച്യദേവാനവാനഘ. അങ്ങനെ ചെയ്താൽ മനുഷ്യര് പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയില്ല എന്നോ. വിഗീതവചനാസ്തേക്കും മുനേസ് തത്വദർശിന. തത്വദർശികളായിരിക്കുന്ന മുനിമാര് എന്തെങ്കിലും ഇത്തരത്തിൽ അർത്ഥശൂന്യമായിരിക്കുന്ന വാക്കുകൾ അവർ പറയുമോ? തത്വദർശികളായിട്ടുള്ള മുനിമാരില്ലേ അവര്? യാജ്ഞവൽക്യാദയ സർവേ ധർമ്മശാസ്ത്ര പ്രവർത്തക. യാജ്ഞവൽക്യൻ തുടങ്ങിയ മുനിമാരൊക്കെ തന്നെ ധർമ്മശാസ്ത്രം രചിച്ച ആളുകളാണ്. ലോകത്തിന് ധർമ്മം എങ്ങനെ വേണം, ഭവിതവ്യം ഭവത്യേവ യദ്യേവം നിശ്ചയ പ്രഭു. ഭവിക്കേണ്ടത് സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണെങ്കിൽ, അത് ഉറപ്പാണെങ്കിൽ ആയുർവേദ സമിഥ്യൈവ. ആയുർവേദം മിഥ്യയായിട്ട് തീരില്ലേ? അങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് വെച്ചാൽ മരുന്ന് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ്. മന്ത്രവാദസ്തദാഖില. സകല മന്ത്രങ്ങളും വെറുതെയാണ് എന്ന് വരില്ലേ? ഉദ്യമസ്തു വൃഥാ സർവമേവം ചേദ്ദൈവ നിർമ്മിതം. എല്ലാം പ്രാരബ്ധത്തിന് വിധേയമാണെങ്കിൽ പിന്നെ നമ്മൾ യത്നിച്ചത് കൊണ്ട് എന്താണ് ഫലം? യത്നങ്ങളൊക്കെ വെറുതെ ആയി തീരില്ലേ? നമ്മുടെ പ്രവൃത്തികൾക്ക് ഫലമില്ലാതെയാവില്ലേ? നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം കിട്ടും. പക്ഷേ എല്ലാം ഈശ്വര സങ്കല്പമാണ്, വിധിയുടെ വിളയാട്ടമാണെന്ന് വിചാരിച്ചിരുന്നാൽ ഈ യത്നങ്ങൾക്ക്, ഇതിനൊക്കെ എന്താണ്, നമ്മുടെ പ്രയത്നങ്ങൾക്ക് എന്താണ് ഫലം? അതൊക്കെ വെറുതെ ആവില്ലേ? ഭവിതവ്യം ഭവത്യേവ. ഭവിക്കാനുള്ളത് ഭവിക്കും, സംഭവിക്കാനുള്ളത് സംഭവിക്കും എന്നാണെങ്കിൽ പ്രവൃത്തിസ്തു നിരർത്ഥിക. പ്രവൃത്തിക്കും അർത്ഥമില്ലാതെയായി വരും. അഗ്നിഷ്ടോമാദികം വ്യർത്ഥം നിയതം സ്വർഗസാധനം. നിയതമായ സ്വർഗത്തിന് കാരണമായിരിക്കുന്ന അഗ്നിഷ്ടോമാദി യാഗങ്ങൾ പോലും എന്തായിട്ട് തീരും? വ്യർത്ഥമായിട്ട് തീരും. അപ്പൊ അതിൻ്റെയൊക്കെ ഫലശ്രുതിയിൽ ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രായശ്ചിത്തങ്ങൾ, ധർമ്മം എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ധർമ്മശാസ്ത്രങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടില്ലേ? അതൊക്കെ വെറുതെ ആവില്ലേ എന്ന് ദേവകി ചോദിക്കുന്നിടത്താണ് നമ്മളിപ്പോൾ ഇന്ന് നിർത്തുന്നത്. ബാക്കി നാളെ നമുക്ക് അനുസ്മരിക്കാം. ഓം ശ്രീ ജഗദംബികായേ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.